ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഈ വചന വിരുന്നിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെ കാണുവാൻ സാധിച്ചില്ല. വെള്ളിയാഴ്ചയിൽ ബഹുമാനപ്പെട്ട ഡൊമിനിക്കച്ചൻ്റെ കൺവെൻഷൻ ഷെക്കേന ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഈസ്റ്ററിനോട് ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുകയായിരുന്നു. നമുക്കൊരുമിച്ച് തുറന്നു വരുന്ന നിമിഷങ്ങളിൽ ഒരു മനസ്സോടെ കർത്താവിനെ ആരാധിക്കുവാനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നൽകുന്ന ദൈവിക ആലോചനകൾ സ്വീകരിക്കുവാനുമായി നമുക്ക് ഒരുങ്ങാം. ഷെക്കേന ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന റേമ ഈ ശുശ്രൂഷ ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളും നിയോഗങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. യൂട്യൂബിലെ കമന്റ് ബോക്സിലും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മെസ്സേജായി അയക്കാം. ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പ്രഘോഷിക്കപ്പെട്ട ദൈവവചനങ്ങളെ കർത്താവ് സ്ഥിരീകരിക്കുന്ന സമയമാണ്. നമുക്കതിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്താൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, കർത്താവിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ, കർത്താവിന്റെ തേജസ്സിനാൽ നമ്മളെല്ലാം പ്രകാശിതരാകുവാൻ നമുക്ക് യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ ഹൃദയം തുറന്ന് യേശുനാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് യേശുനാമത്തിൽ അടങ്ങിയിരിക്കുന്ന അഭിഷേകം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന സ്നേഹത്തോടെ യേശുവേ, യേശുവേ, ഈശോയെ, ഈശോയെ എന്ന് വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ വരണമേ, കർത്താവേ പ്രവർത്തിക്കണമേ, കർത്താവ് ഇടപെടണമേ. ജീസസ്, ജീസസ്, ജീസസ്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പരിശുദ്ധാത്മ നമുക്ക് തരികയാണ്. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യേ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിന്റെ പുരോഹിതന്മാരെ ദേവാലയത്തിൽ ഒത്തുകൂടുകയാണ്. എന്തിനു വേണ്ടി? കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ. ഈ സമയത്ത് എല്ലാ പുരോഹിതന്മാരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തുമാത്രം നമ്മളെ കഴുകുവാനായി കർത്താവിനെ അനുവദിക്കുന്നുവോ, നമ്മുടെ ജീവിതങ്ങളെ വെണ്മയുള്ളതാക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കും തോറും കൃപയുടെ, അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുകയാണ്. അവിടെ കൂടിയിരുന്ന സകല പുരോഹിതന്മാരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. തുടർന്ന് എന്താ സംഭവിച്ചത്? 13ഉം 14ഉം വചനങ്ങൾ നമുക്ക് ഉണർവോടെ സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് വായിക്കാം. കാഹളമൂത്തുകാരും ഗായകരും
ഒത്തൊരുമിച്ച് ഏക സ്വരത്തിൽ കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിന്റെ ഷെക്കൈന. ഷെക്കൈന ഗ്ലോറി, ഗ്ലോറിയസ് പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവിന്റെ കാണപ്പെടുന്ന സാന്നിധ്യമായി, ആ മേഘസ്തംഭമായി ദൈവ സാന്നിധ്യം ദേവാലയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. കർത്താവ് നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്. എന്റെ ദൈവം നല്ലവനാണ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നതാണ്. അവർ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ എല്ലാം മറന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചപ്പോൾ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്, കർത്താവിന്റെ തേജസ് ഇറങ്ങി വരികയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ആയിരിക്കുന്നിടത്ത് ഈ സമയം നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവാണ്. ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ. കർത്താവിന്റെ തേജസ്സിനാൽ നമ്മുടെ തലമുറകളും സമൂഹങ്ങളും കൂട്ടായ്മകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ കർത്താവ് നല്ലവനാണ്. ആനന്ദത്തോടെ എല്ലാവരും ശബ്ദം ഉയർത്തി ഏറ്റു പറഞ്ഞ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മാർക്കോസ് 16:20 പറയാണ്, അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനം സ്ഥിരീകരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തികള്, ഡെലിവറൻസുകള്, മാനസാന്തരങ്ങള് കർത്താവ് നമ്മുടെ മധ്യേ ചൊരിയുന്ന സമയം. എല്ലാം മറന്ന് ഇരുകരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച്, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ മുദ്ര ചെയ്യണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എല്ലാം മറന്ന് കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. Oh Jesus, mighty power. Hallelujah, hallelujah, hallelujah. കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, നുകങ്ങൾ ഒടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് വിളിച്ച് യേശുനാമം വിളിച്ച്, ഈശോയേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കുമുള്ളതാണ്. ഗോഡ് ഈസ് ഗുഡ് എന്ന് പരസ്പരം സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഗോഡ് ഈസ് ഗുഡ്. ഓരെല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗോഡ് ഈസ് ഗുഡ്. കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്. പാടി 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 നമുക്ക് ഈശോയെ ഒരു മനസ്സോടെ ആരാധിക്കാം. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. എല്ലാവരും ചേർന്ന് കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും ഈശോയേ, ഈശോ, 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 ജീസസ്. വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും യേശുവേ. ഞങ്ങളുടെ പൊന്നു കർത്താവേ, ആരാധന, ആരാധന. സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ. എല്ലാവരും ഒരുമിച്ച് അഭിഷേകത്തോടെ പാടിക്കേ. സാത്താന്യ കെട്ടുകൾ അറിയട്ടെ, പൈശാചിക പീഡകൾ നിർവീര്യമാകട്ടെ. ഈശോ, ഈശോ, നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ,
ഈശോ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയം, പരിശുദ്ധാത്മ ഇടപെടുന്ന സമയം, പൈശാചിക പീഡകള്, നാരകീയ പോരുകള്, തിന്മയുടെ ശക്തികളിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മളെ വിമോചിപ്പിക്കുന്ന സമയം. ഇരുകരമുയർത്തി ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, fill us, anoint us, lead us. Hallelujah. Amen, amen. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടയ്ക്കാൻ ആവുകില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറക്കാനാ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ചേർത്ത് പാടിക്കുക. തുറന്ന ആമേൻ, ആമേൻ. ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ. എന്റെ കർത്താവ് വാതിലുകൾ തുറക്കും. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ കർത്താവ് തുറക്കാൻ അടച്ചിടുമേ, തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറക്കാനാവുകില്ല. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും. ഈശോയേ, ഈശോ, ഈശോ കൃപ തരണമേ, ജ്ഞാനം തരണമേ, അഭിഷേകം നൽകണമേ, അറിവ് നൽകണമേ, ആലോചന നൽകണമേ, പ്രവചനങ്ങൾ നൽകണമേ, വെളിപാടുകൾ നൽകണമേ, സൗഖ്യം നൽകണമേ, മാനസാന്തരം നൽകണമേ, ഡെലിവറൻസ് നൽകണമേ. ഈശോയേ, ഈശോയേ, എല്ലാം മറന്ന് കരമുയർത്തി സ്നേഹത്തോടെ വിളിക്കുന്നു. ഈശോയേ, ഈശോ, ഈശോ, എല്ലാം മറന്ന് വിളിക്കുന്നു. യേശുവേ, യേശുവേ, ജീവിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സമയം, പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയം, പൈശാചിക കെട്ടുകൾ പൊട്ടുന്ന സമയം, ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന സമയം, കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്ന സമയം. ഈശോയേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, ജ്ഞാനം തരണമേ, അഭിഷേകം നൽകണമേ. ഈശോയേ, 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 നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. We worship Lord. We worship Jesus. Amen. Hallelujah. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തത ശാശ്വതമാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഞങ്ങളുടെ പൊന്നു കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അമ്മ മാതാവേ, അമ്മയുടെ മാതൃവാത്സല്യത്താൽ ഞങ്ങളെ പൊതിയണമേ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ മുദ്ര ചെയ്യപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഔസേ പിതാവേ, പിതാവിൻ്റെ സഹായവും സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണം. അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് മക്കളായി നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ അമ്മയോടൊപ്പം ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്താം. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, മരിയ, ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ മരിയ.
ആമേൻ. ആമേൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്ന ദൈവം. ഇന്നലെ രാത്രിയിൽ പ്രേമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ്. ദൈവകരുണയുടെ തിരുനാൾ ദിനമാണ് നാളെ. കരുണയോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാമെന്ന് ആഗ്രഹിച്ച സമയത്താണ് കർത്താവിൻ്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പങ്കുവെക്കുക. കഴിഞ്ഞ 4 ദിനങ്ങളിൽ ഷെക്കേന ടെലിവിഷനിലൂടെ കരുണക്കടൽ എന്ന പേരിൽ ദൈവകരുണയുടെ സന്ദേശം പ്രഘോഷിക്കപ്പെടുകയായിരുന്നു. നാളെ സാർവത്രിക സഭയിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ മഹാകരുണയിലേക്ക് നമ്മെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് അനേകര് ദുഃഖിതരും നിരാശിതരുമാണ്. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും, കാര്യങ്ങൾ ഈ വിധമായാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പല ആശങ്കകളും ഭയങ്ങളും അസ്വസ്ഥതകളും നമ്മളെ വേദനിപ്പിക്കുന്ന പലവിധ നൊമ്പരങ്ങളുമുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വേദനിക്കുന്ന ആയിരങ്ങള് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്ന നമ്മുടെ കർത്താവ് എത്ര എത്ര അത്ഭുതകരമായ സ്നേഹമാണ് അവിടുത്തേത്. പലപ്പോഴും ചില വ്യക്തികളെ നോക്കുമ്പോൾ, ചില കൂട്ടായ്മകൾ, ചില മിനിസ്ട്രികൾ, ചില ധ്യാന കേന്ദ്രങ്ങൾ, നമ്മൾ ഈ തലങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ അത്ഭുതകരമായ ചില വളർച്ചകൾ, ചില മിനിസ്ട്രികൾക്ക് കൂടുതൽ കർത്താവരെ വളർത്തുന്നു, അവസരങ്ങൾ നൽകുന്നു, സാധ്യതകൾ നൽകുന്നു. പ്രതികൂലങ്ങളിലും അത്ഭുതകരമായി കർത്താവ് കരം പിടിച്ച് നയിക്കുന്നു. ചില ധ്യാന കേന്ദ്രങ്ങളിലൂടെ അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ ജനത്തെ കർത്താവ് സന്ദർശിക്കുന്നു. ചില ശുശ്രൂഷകരിലൂടെ ഈ വിധം ദൈവത്തിന്റെ ആത്മാവ് സഭയിൽ ലോകത്തിലും വെളിപ്പെടുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ, ചില കൂട്ടായ്മകൾ, ചില മിനിസ്ട്രികൾ, ചില ധ്യാന കേന്ദ്രങ്ങൾ ഈ വിധം കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വെറുതെയല്ല, അതിൻ്റെ പുറകിൽ ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. ഞാനും നിങ്ങളും ഈ ആത്മീയ മർമ്മങ്ങൾ സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മിനിസ്ട്രികളിലും നമ്മുടെ വ്യാപാരങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം ചില വാതിലുകൾ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. യെശയ്യാ പ്രവചനം 22:22 എന്താണ് കർത്താവിന്റെ ആത്മാവ് നമുക്ക് തരുന്ന സന്ദേശം? ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണിത്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. കർത്താവിന്റെ അധികാരത്തെയാണ്, ആ സുപ്രീം പവറിനെയാണ് ഈ വചനം കാണിച്ചു തരുന്നത്. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. സർവാധിപനും സർവശക്തനുമായ നമ്മുടെ കർത്താവ്. ഇതിനോട് ബന്ധപ്പെട്ട് വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ
ഫിൽദൽഫിയ സഭയ്ക്കുള്ള കർത്താവിന്റെ ദൂതാണിത്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് നമുക്ക് ഓരോരുത്തർക്കുമാണ് നൽകുന്നത്. ഫിൽദൽഫിയ സഭയെ നോക്കി എന്താ കർത്താവ് പറഞ്ഞത്? പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കർത്താവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവൻ, അവന്റെ പേരത്രേ യേശു ക്രിസ്തു. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും, ഒരു അന്ധകാരാധിപത്യത്തിനും, ഒരു ഭരണകൂടത്തിനും ഒന്നിനും ആ വാതിൽ അടയ്ക്കുവാൻ സാധ്യമല്ല. ദൈവം തന്നെ അത് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടണ്ടേ? നമ്മളിങ്ങനെ ദുഃഖിച്ച് നരകിച്ച് വേദനിച്ചും പിറുപിറുത്തും പരാതി പറഞ്ഞും അസംതൃപ്തിയോടെ ജീവിച്ച് ഈ ജീവിതം തീർക്കാൻ വിളിക്കപ്പെട്ടവരാണോ? ഒരിക്കലുമല്ല. ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ അനുഭവിച്ച് കർത്താവിന്റെ പരിപാലനയും കരുതലും സ്നേഹവും ആവോളം അനുഭവിച്ച് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കർത്താവിന്റെ കരം പിടിച്ച് വിശ്വാസയാത്ര നടത്താൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് അഭിമാന ബോധത്തോടെ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ്. ഇത് തന്നെയാണ് യെശയ്യാ പ്രവചനം 45:2 വീണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. കർത്താവ് നമുക്ക് മുന്നമേ പോവുകയാണ്. മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ എന്തുമാവട്ടെ, നമ്മുടെ മുൻപിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾ എത്ര വലുതാകട്ടെ, നമ്മൾ നേരിടുന്ന തകർച്ചകള്, നമ്മുടെ മുൻപിലുള്ള ചില വെല്ലുവിളികള്, പിശാചുയർത്തുന്ന ചില പോരാട്ടങ്ങള്, അവന്റെ ചില തിരിച്ചടികള്, നമ്മൾ ഭയചകിതരാകണ്ട. കർത്താവ് ഉറപ്പോടെ നമുക്ക് വാഗ്ദാനം തരികയാണ്, ഞാൻ നിങ്ങൾക്ക് മുന്നമേ പോകും, നിങ്ങളുടെ മുൻപിലുള്ള മലകളെ ഞാൻ നിരപ്പാക്കും. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന പിച്ചള വാതിലുകളെ കർത്താവ് തകർത്ത് നമുക്കായി അത് തുറന്നു തരും. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 3:8 ഫിൽദൽഫിയ സഭയോട് കർത്താവ് പറയാ. കർത്താവിന് ഒത്തിരി ഇഷ്ടപ്പെട്ട സഭയായിരുന്നു ഫിൽദൽഫിയയിലെ സഭ. ഇന്ന് നമുക്കാണ് ഈ പ്രവചന ദൂത് കർത്താവ് തരുന്നത്. 5 കാര്യങ്ങൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്. ആ സഭയെ നോക്കി, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ചില വാതിലുകൾ ദൈവം തുറക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കായി ചില വാതിലുകൾ കർത്താവ് തുറന്നു തരുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എങ്കിൽ ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തമാക്കണം. ഫിൽദൽഫിയയിലെ സഭയോട് 5 കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ. ഒന്നാമതായി കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ പ്രവർത്തികൾ അറിയുന്നു. എത്ര ഷാർപ്പാണ് നമ്മുടെ കർത്താവ്! ഞാൻ നിന്റെ ഓരോ പ്രവൃത്തിയും അറിയുന്നുണ്ട്. രണ്ടാമത് കർത്താവ് പറയാണ്, നിന്റെ ശക്തി പരിമിതമാണ്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നിന്റെ ശക്തി പരിമിതമാണ്. മൂന്നാമത് കർത്താവ് പറയാണ്,
നീ എൻ്റെ വചനം കാത്തു. നാലാമത് പറയുകയാണ്, എൻ്റെ നാമം നീ നിഷേധിച്ചില്ല. ഈ 4 കാര്യങ്ങൾക്കായി അഞ്ചാമത് കർത്താവ് നൽകുന്ന റിവാർഡാണ്, കർത്താവ് ഒരുക്കുന്ന പ്രതിഫലമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ, ഈ വിധം സമർപ്പണ ബോധത്തോടെ കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ, കർത്താവ് വിശ്വസ്തയോടെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിനോട് നമ്മൾ റെസ്പോൺസിബിൾ ആയാൽ നിശ്ചയമായും ഫിലദൽഫിയ സഭയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്ന അതേ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യാപാരങ്ങളിൽ മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം ചില വാതിലുകൾ ശക്തിയോടെ തുറന്നു തരും. ഹല്ലേലൂയ. ഇതൊരു പ്രൊഫസിയായി നിങ്ങൾ ഏറ്റെടുത്തു. ചില വ്യക്തികൾക്കുള്ള കർത്താവിന്റെ ആലോചനയാണിത്. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഈ ദുരിതം മാറുന്നില്ല. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഈ തകർച്ചകൾക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇതുപോലെ ആയത്? 2 അടി മുന്നോട്ട് വെച്ചാൽ 4 അടി പുറകോട്ടാണ്. ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല. എവിടെ ഒരു ലോക്ക് കിടപ്പുണ്ട്. ഒരു പരിധി വിട്ട് വളരാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ വേദനയാണോ? എങ്കിൽ പരിശുദ്ധാത്മാവ് ഈ സമയം വ്യക്തമായി ദൈവത്തിന്റെ ആലോചന നമ്മൾ അറിയിക്കുകയാണ്. ഒന്നാമത് ശ്രദ്ധിക്കുക, എന്താ കർത്താവ് ഫിലദൽഫിയയിലെ സഭയോട് പറഞ്ഞത്? ഇന്ന് നമുക്കുള്ള ദൂതായത്. ഇന്ന് എന്നോടും നിങ്ങളോടുമാണ് കർത്താവ് ഇത് പറയുന്നത്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ അറിയാതെ പോകുന്നവനല്ല നമ്മുടെ ഈശോ. ഞാൻ എന്നെ അറിയുന്നതിനേക്കാൾ എത്രയധികമായി എന്റെ കർത്താവ് എന്നെ അറിയുന്നു. ഹല്ലേലൂയ. ഇതെത്ര ആനന്ദമുള്ള കാര്യമാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രത്യാശയിൽ മുന്നേറുവാൻ സഹായിക്കുന്നത് ഈ ഒരു വെളിപാടാണ്. കർത്താവെല്ലാം അറിയുന്നു. കർത്താവെല്ലാം അറിയുന്നു. നിന്റെ പ്രവർത്തികൾ എന്താണ്? ഇത് പോസിറ്റീവാണ്. ഇത് നെഗറ്റീവ് മെസ്സേജ് അല്ല. നെഗറ്റീവായ കാര്യങ്ങളും നല്ലതും ചീത്തയും ഒരുപോലെ കർത്താവ് അറിയുന്നുണ്ട്. എന്നാൽ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്നത്, ആ സഭ കർത്താവിന് വേണ്ടി എടുത്ത എഫർട്ട്, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ആ സഭ ഏറ്റെടുത്ത ചില പെയിൻഫുള്ളായ ചില അനുഭവങ്ങള്, സഹനങ്ങള്, ഞെരുക്കങ്ങള്, കഷ്ടപ്പാടുകള്, ത്യാഗങ്ങള്, വേദനകള്, കർത്താവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ആ സഭയ്ക്കുണ്ടായ പല ഞെരുക്കങ്ങളും നഷ്ടങ്ങളും, ഇതാ കർത്താവ് പറയുന്നത്, ഞാൻ ഇതെല്ലാം അറിയുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഞാൻ പലപ്പോഴും ആവർത്തിച്ച് വായിക്കുന്ന തിരുവചന ഭാഗമാണിത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കണം, കർത്താവ് തന്റെ സഭയെ എൻകറേജ് ചെയ്യുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. തന്റെ സഭയെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നിന്റെ പ്രവർത്തികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫർട്ടുകളുണ്ട്. പലപ്പോഴും അത് ആരും അറിയുന്നില്ല. കർത്താവിനെ പ്രതി, കർത്താവിന്റെ രാജ്യത്തെ പ്രതി പലപ്പോഴും നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ കുടുംബത്തിന് കൊടുക്കേണ്ട സമയം പോലും നഷ്ടപ്പെടുത്തി, ആ ലഭ്യത പോലും ഇല്ലാതെ എത്രയെത്രയോ മിഷണറിമാര്, എത്രയെത്രയോ ജീവിതങ്ങള് കാലുവെന്ത നായെ പോലെ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്നു. കർത്താവ് പറയാ, ഈ പ്രവർത്തികളൊന്നും ഞാൻ അറിയാതെ പോകുന്നില്ല. എന്റെ രാജ്യത്തിന് വേണ്ടി, എന്റെ കുഞ്ഞെ,
നീ എടുക്കുന്ന ഓരോ എഫർട്ടും, നീ കൊടുക്കുന്ന ആ പെയിൻഫുൾ ആയ ഓരോ അനുഭവവും, നിന്റെ കണ്ണുനീരും, നിന്റെ കഷ്ടപ്പാടും, നിന്റെ സഹനവും ഞെരുക്കവും വേദനയെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇതൊന്നും പാടല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കൊള്ളാം, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെയുള്ള ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഇവരെ തളച്ചിടാൻ, ഇവരെ ഒതുക്കാൻ, ഇവരെ നശിപ്പിക്കാൻ, ഇവരെ തകർക്കാൻ, ഇത്തരത്തിൽ അഭിഷേക മുദ്രയുള്ളവരെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ദൈവം അനുഗ്രഹിച്ചവരെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ദൈവം അനുഗ്രഹിച്ച കുടുംബങ്ങളെ നശിപ്പിക്കാൻ ഒരു പിശാചിനും പറ്റത്തില്ല. ദൈവം അനുഗ്രഹിച്ച മിനിസ്ട്രികളെ ഇല്ലാതാക്കാൻ, അത് പരദൂഷണം പറഞ്ഞോ, ഏഷണികൾ പറഞ്ഞോ, അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയോ, എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത്തരം മിനിസ്ട്രികളെ തകർക്കാൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരി സഹോദര, നീ വെറുതെ സമയം കളയാണ്. നീ വെറുതെ സമയം കളയാ. ദൈവം അനുഗ്രഹിച്ച മിനിസ്ട്രികളെ തകർക്കാൻ ഒരു തിന്മയ്ക്കും സാധിക്കില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മുദ്രയുള്ള അഭിഷിക്തരെ, കർത്താവിന്റെ മിനിസ്റ്റേഴ്സിനെ, കർത്താവിന്റെ യുവജനങ്ങളെ, കർത്താവിന്റെ ദമ്പതിമാരെ ഇല്ലായ്മ ചെയ്യാൻ ഒരു അന്ധകാരാധിപത്യത്തിനും സാധ്യമല്ല. ദൈവം തന്നെ വിചാരിക്കണം, ദൈവം തന്നെ വിചാരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിന്റെ പ്രവർത്തികൾ അറിയുന്നു. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ സങ്കടമൊക്കെ വരില്ലേ? എനിക്ക് പലപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ രാപ്പകൽ അധ്വാനിക്കുമ്പോൾ, രാവ് പകലാക്കി ചങ്ക് പറിച്ച് വേദനയോടെ കഷ്ടപ്പെട്ട് കർത്താവിനായി നമ്മൾ അധ്വാനിക്കുമ്പോൾ, കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ഇവാഞ്ചലൈസേഷൻ ഒക്കെയായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും അത് മറ്റുള്ളവർ അതുപോലെ അറിയണമെന്നില്ല. വിഷമിക്കണ്ട. അപ്പൊ മറ്റുള്ളവർ ചിലപ്പോൾ നല്ല വാക്ക് പറഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരാകാം, ചിലപ്പോൾ അധികാരികളാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, സഹപ്രവർത്തകരാകാം. നമ്മൾ അധികം പ്രതീക്ഷിക്കേണ്ട. പലപ്പോഴും നമ്മുടെ മനസ്സ് മടുക്കുന്ന വിധത്തിൽ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. സങ്കടപ്പെടേണ്ട. കർത്താവ് വചനത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്, ഞാനതറിയുന്നുണ്ട് മകനെ, മകളെ. എന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നീ കൊടുക്കുന്ന വിലയ, നീ കൊടുക്കുന്ന നിന്റെ കമ്മിറ്റ്മെന്റ്, നിന്റെ ത്യാഗം, സഹനം, ഞെരുക്കം, കണ്ണുനീര്, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ശമത്തായുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വചനത്തിലൂടെ ഇത് കൂടുതൽ ഒരു ക്ലാരിറ്റി പരിശുദ്ധാത്മാവ് തരിക. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രേരണ തരികയാണ്. പലരൊരു മടുപ്പിൽ പലരായിരിപ്പുണ്ട്. ചിലപ്പോൾ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ശുശ്രൂഷകളിലും ചിലപ്പോൾ പല തൊഴിൽ മേഖലകളിലാകാം മടുപ്പ് അനുഭവിക്കുന്നവരെ. ഒരു തളർച്ച, ഒരു വിരക്തി, ഒരു നിസ്സംഗത, ഒരു നിഷ്ക്രിയത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ചില അസ്വസ്ഥതകൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? അസ്വസ്ഥരാകരുത്. നമ്മൾ മടുത്തു പോകരുത്. നിരുത്സാഹപ്പെടുവാൻ നാം നമ്മെ ഒരിക്കലും അനുവദിക്കരുത്. നമ്മളെപ്പോഴും ഈ തീ പിടിച്ചവരാകണം, തീ പിടിച്ച ആത്മാക്കളാകണം. കർത്താവിന്റെ തീ നമ്മളിൽ എപ്പോഴും ഇങ്ങനെ കത്തി 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 ജ്വലിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ലേവ്യ പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. മടുക്കരുത്, തളരരുത്, പിന്മാറി പോകരുത്, പുറകോട്ട് വലിഞ്ഞു പോകരുത്. കർത്താവിന് എപ്പോഴും നമ്മോട് പറയാനുള്ള ഒരൊറ്റ വാക്കത, ടു മൂവ് ഓൺ. മുൻപിലേക്ക് പോവുക, മുൻപോട്ട് പോവുക. പിന്നിലോട്ടല്ല പോകേണ്ടത്. പിന്മാറി പോകരുത്. എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര വലിയ പ്രതിസന്ധിയും പ്രതികൂലവും ഞെരുക്കും കഷ്ടപ്പാടുണ്ടായാലും കർത്താവ് പറയാണ്, ടു മൂവ് ഓൺ. മുൻപിലേക്ക് പോവുക, മുൻപിലേക്ക് പോവുക. ഐ ആം വിത്ത് യു, ഞാൻ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പാടുന്നത്, കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ
ഞാനെന്നും വഴി നടക്കും. ചേർന്ന് പാടിക്കേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ഈശോ ആരെനിക്ക് ഒരുത്തിനും തൊടാൻ പറ്റത്തില്ല. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ആമേൻ, ആമേൻ, ആമേൻ. മത്തായിയുടെ സുവിശേഷം 10:39 നമുക്ക് വായിക്കാം. അവിടെ എന്താണ് ഈശോ നമ്മോട് പറയുന്നത്? സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എന്നെ പ്രതി. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി ചില നഷ്ടപ്പെടലുകൾക്ക് നമ്മൾ തയ്യാറാകണം. പലപ്പോഴും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? നഷ്ടപ്പെടലുകൾ നമ്മൾക്ക് ഇഷ്ടമല്ല. നമുക്ക് എപ്പോഴും ലാഭങ്ങളാണ് ഇഷ്ടം, നഷ്ടങ്ങൾ നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എന്നെ പ്രതിയോ എൻ്റെ വചനത്തെ പ്രതിയോ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നിങ്ങളുടെ സമ്പത്ത് പണം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, ഈ ലോക സുഖങ്ങള് എന്നെ പ്രതി, ഈശോ പറയാ, എന്നെ പ്രതി നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് നഷ്ടങ്ങളല്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ ആനന്ദിക്കാൻ കഴിയുന്നവനാണ് റിയൽ ക്രിസ്ത്യൻ, അവനാണ് കാത്തലിക്. കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ നമുക്ക് ഹല്ലേലൂയ പാടാൻ പറ്റുന്നുണ്ടോ? കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ആ നഷ്ടപ്പെടലുകളിൽ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളിൽ റിയൽ സ്പിരിറ്റ് ഉണ്ട്. നമ്മൾ കൃത്യമായ കർത്താവിന്റെ വഴിയിലൂടെ പോകുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഒരു മിഷണറിയാണ് വാച്ച്മാൻ നീ. മിടുമിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു, നല്ല ബുദ്ധിമാൻ. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് നിയമവിധി വിദ്യാർത്ഥിയാണ്, അഡ്വക്കേറ്റ് ആവാൻ പഠിക്കുകയാണ്, നിയമവിദ്യാർത്ഥിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. അത്രയും നല്ല വൈഭവവും കാര്യശേഷിയും ബുദ്ധിയെല്ലാം ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹം ആ നാളുകളിൽ ഒരു എത്തീസ്റ്റ് ആയിരുന്നു, നിരീശ്വര ചിന്തകനായിരുന്നു. ദൈവമില്ല എന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. ദൈവത്തിന് മഹാകരുണയാൽ തന്റെ യൂണിവേഴ്സിറ്റി, തന്റെ പഠനകാലത്ത് കർത്താവായ യേശുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ ആ ചെറുപ്പക്കാരന് സാധിച്ചു. തന്റെ യൗവനം അവൻ പൂർണ്ണമായും താൻ കണ്ടുമുട്ടിയ തന്റെ കർത്താവിനെ സമർപ്പിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അതിനുശേഷം നല്ലൊരു വക്കീലായി, ഉന്നതമായ ഫീസും വാങ്ങി, കോടീശ്വരനായി വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കർത്താവിനെ പ്രതി തനിക്ക് ലാഭകരമായിരുന്ന തന്റെ ഈ പ്രൊഫഷൻ അദ്ദേഹം നഷ്ടപ്പെടുത്തുകയാണ്. അദ്ദേഹം കർത്താവിന്റെ മിഷണറിയായി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച്, കഠിനമായ ഞെരുക്കങ്ങളിലും വേദനകളാലും അദ്ദേഹം കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകി. വചനത്തിന്റെ തീയായി അദ്ദേഹം രൂപപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ വഴി സഭ ശക്തിപ്പെട്ടു. അനേകം ആത്മാക്കൾ യേശുവിന് നിത്യരക്ഷ സ്വന്തമാക്കി. ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ദിവസം, വർഷങ്ങൾക്ക് ശേഷം, തന്നെ പഠിപ്പിച്ച ആ നിയമ അധ്യാപകനെ കണ്ടുമുട്ടുകയാണ്. അധ്യാപകൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, വാച്ച്മാനെ, നീ എന്ത് മണ്ടത്തര കാണിച്ച്? നീ എത്ര മിടുക്കനായിരുന്നു, നീ എത്ര ബുദ്ധിമാനായിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയ സ്റ്റുഡന്റ് ആയിരുന്നു നീ. നിന്റെ ജീവിതം പാഴായി പോയല്ലോ. യേശുവിന് നിന്റെ ജീവിതം കൊടുത്തിട്ട് നല്ലൊരു അഡ്വക്കേറ്റായി
ഈ ലോകത്തിന്റെ സുഖങ്ങളും സാധ്യതകളും അനുഭവിച്ച് ജീവിക്കാമായിരുന്ന നീ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചു. തന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ തന്നെ നോക്കി വേദനയോടെ ഈ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ ഒരു സെക്കൻഡ് അദ്ദേഹം ചിന്തിച്ചു പോയി, ദൈവമേ, എന്റെ ജീവിതം പാഴായി പോയോ? ഞാൻ ഒഴുക്കിക്കളഞ്ഞ സമയവും ആരോഗ്യവും സമ്പത്തും എന്റെ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു പോയോ? അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ മേൽ ശക്തിയോടെ വ്യാപരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേജസ്സിന്റെ ആത്മാവിനാൽ അദ്ദേഹം നിറയപ്പെട്ടു. കർത്താവിന്റെ മഹത്വം അദ്ദേഹത്തെ മൂടി നിന്നു. അദ്ദേഹം ആത്മാവിന്റെ ആനന്ദം, ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് തന്റെ അധ്യാപകനോട് പറഞ്ഞു, എന്റെ ജീവിതം ഞാൻ എന്റെ കർത്താവിനെ ഒഴുക്കിക്കളഞ്ഞു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഈ ലോക ജീവിതത്തിൽ എനിക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത്, എന്നെ പ്രതി ആരെല്ലാം ജീവൻ നഷ്ടപ്പെടുത്തുന്നുവോ, സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവോ, നിങ്ങളുടെ സമയവും സമ്പത്തും ആരോഗ്യവും കഴിവുകളും നഷ്ടപ്പെടുത്തുന്നുവോ, അതൊന്നും പാടല്ല, അതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് കർത്താവ് ഉറപ്പ് തരിക. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മറ്റാർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടാകണം. കർത്താവിനെ പ്രതി നഷ്ടമാക്കാൻ, കർത്താവിനെ പ്രതി നമ്മുടെ ജീവിതങ്ങൾ ഒഴുക്കിക്കളയാൻ നമ്മൾ തയ്യാറാകണം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഈ സത്യം ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് വലിയ ലാഭമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം സഭയെ പഠിപ്പിച്ചത്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3:8 എന്താണ് പൗലോസ് പറഞ്ഞത്? നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ശ്രദ്ധിക്കണം. വേലയ്ക്കുള്ള തക്ക കൂലി, ജോലിക്കുള്ള തക്ക കൂലി ദൈവം നൽകും. ദൈവം നൽകും. നമ്മുടെ കർത്താവ് പൊട്ടനല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ എഫർട്ടും, കർത്താവിനെ പ്രതിയുള്ള ഓരോ കണ്ണുനീരും, കർത്താവിനെ പ്രതിയുള്ള ഓരോ വേദനയും ഞെരുക്കവും സങ്കടവും നൊമ്പരവും സഹനവും ത്യാഗവും നഷ്ടപ്പെടലുകളും, ഇതൊന്നും പാഴല്ല. കർത്താവ് ഉറപ്പ് തരികയാണ്. അതിന് തക്ക കൂലി ദൈവം നൽകും. തക്ക കൂലി ദൈവം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദത്തോടെ ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. രണ്ടാമത് എന്താണ് കർത്താവ് ഫിലദൽഫിയ സഭയോട് പറഞ്ഞത്? നിന്റെ ശക്തി പരിമിതമാണ്. നിന്റെ ശക്തി പരിമിതമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്തത്. ഇങ്ങനെയുള്ള ആത്മാക്കളെ ഓർത്ത് കർത്താവിന് ഭയങ്കര ആനന്ദമാണ്, ഭയങ്കര സന്തോഷമാണ്. ഇപ്രകാരമുള്ള ആത്മാക്കളെ പ്രതി ഈശോയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ആത്മാവായി എനിക്കും നിങ്ങൾക്കും മാറാൻ പറ്റുമോ? നിന്റെ ശക്തി പരിമിതമാണ്. കുറച്ച് നാൾ മുമ്പ് പാലഭാഗത്തൊരു അമ്മച്ചി ഇങ്ങനെ സന്തോഷം കൊണ്ട് കരഞ്ഞ് കണ്ണീരോട് കൂടി എന്നെ വിളിക്കണേ. ഞാൻ ചിന്തിച്ച്, എന്തിനാ അമ്മച്ചി കരയുന്നത്? അമ്മച്ചി പറഞ്ഞു, എനിക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആണ് ഈ ഷെക്കേന ടെലിവിഷൻ. വിശുദ്ധ കുർബാനയും ധ്യാനവും കൺവെൻഷനുകളും മറ്റു പല പ്രോഗ്രാമുകളും ഞാൻ ഷെക്കേന ടെലിവിഷൻ വഴിയാണ് കാണുന്നത്. അമ്മച്ചി പറയാണ്, ഈ ചാനല് നിന്നു പോകരുത് മോനെ. ഒരുപാട് കഷ്ടപ്പാടും ഞെരുക്കവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയൊന്നും തരാനില്ല. അമ്മച്ചി പറയാണ്, 3-4 സ്വർണ്ണവളയുണ്ട്. ഞാനും എൻ്റെ ചേട്ടായും അങ്കിളാണ്, അവർ ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുക. അത് ഷെക്കേന ടെലിവിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തരാൻ നോക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു അതിശയോക്തി പറയല്ല. അവർ വളരെ പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാ. കോടീശ്വരന്മാരൊന്നല്ല, വളരെ പാവപ്പെട്ട മനുഷ്യര്. പക്ഷേ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ മിഷന് വേണ്ടി, കർത്താവിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ഉള്ളത് കൊടുക്കുക. അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് പണം മാത്രമല്ല, അതെന്ത് തന്നെയാണെങ്കിലും
എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ സഭയോട് ഈ ദൂത് പറയുന്നുണ്ട്. കൊരിന്ത്യസ്കാർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 27-28 വചനങ്ങൾ നമുക്ക് ആനന്ദത്തോടെ ആത്മാവിൽ നിറഞ്ഞ് ഈ വചനം ഒരുമിച്ച് വായിക്കാം. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം ആരെയാ തെരഞ്ഞെടുത്തത്? ലോകത്തിന് മുൻപിൽ ഈ സെലിബ്രിറ്റികളായി പോലെ നമ്മൾ കാണുന്നവരെയല്ല, ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ 28-ാമത്തെ വചനം കൂടി ശ്രദ്ധിക്കാം. നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യാ നിസാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. ലോകത്തിന് മുൻപിൽ നിസാരങ്ങളായതിനെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ശ്രദ്ധിച്ച വചനം. നമ്മുടെ ശക്തി എന്ത്? നമുക്ക് എന്നാ ശക്തിയുള്ളത്? കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടാൽ തീർന്നു. നമ്മൾ തീർന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടകളാണ് നമ്മൾ. അത്രയുള്ള നമ്മുടെ ജീവിതം. നമുക്കൊരു ശക്തിയില്ല. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാരുണ്യമാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലനയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കണം. നിന്റെ ശക്തി പരിമിതമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 15:5 എന്താ യേശു പഠിപ്പിച്ചത്? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതാണ് എൻ്റെ കാര്യം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എത്ര പേരെ കർത്താവിന് മിഷൻ ചെയ്യുന്നത്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബത്തിൽ കഷ്ടപ്പാടും പ്രാരാബ്ദങ്ങളും ഒക്കെയുണ്ട്. ഈ കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും നടുവിൽ നിന്ന് അവർ സുവിശേഷ വേല ചെയ്യുന്നു. അവർക്ക് പറ്റുന്നത് പോലെ അവർ കർത്താവിന്റെ രാജ്യത്തെ പടുത്തുയർത്തുന്നു. അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. അവരെ ജീവകാരുടെ പ്രവർത്തനങ്ങളിലൂടെ, തങ്ങളുടെ സൽപ്രവൃത്തികളിലൂടെ അവർ ഈശോയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒത്തിരി ജീവിതങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, അതാ ഈശോ പറയുന്നത് ശക്തി പരിമിതമാ. ഈ പരിമിതമായ ശക്തിയിൽ നിന്നുകൊണ്ടാണ് അവര് കർത്താവിന് വേണ്ടി ധീരതയോടെ പ്രവർത്തിച്ചത്. അവര് ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകിയത്. അവര് ചങ്കുറപ്പോടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. ഈ ഒരു പ്രവൃത്തി ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഹല്ലേലൂയാ. എന്റെ സഹോദരികളെ, സഹോദരന്മാരെ, നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേക തീ കത്തണോ? ദൈവത്തിന്റെ കൃപയുടെ നിറഞ്ഞൊഴുക്കുണ്ടാകണോ? ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം വാതിലുകൾ തുറക്കപ്പെടണോ? ഇതാണ് എന്റെ വഴി. എന്റെ സഹോദരി സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് സമയം കളയരുത്. ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവിനെ സാക്ഷ്യം നൽക്, കർത്താവിനെ മഹത്വപ്പെടുത്ത്, കർത്താവിന് വേണ്ടി ധീരതയോടെ നിലകൊള്ളു. ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മള് കളിമൺ പാത്രങ്ങളല്ല. ഈ മൺപാത്രങ്ങൾക്ക് എന്തോരം ശക്തി ഉണ്ടാവും. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഒറ്റ ഒരു ഇടി വെച്ച് കൊടുത്താൽ മതി, അത് പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് താഴെ വീണാ മതി, അത് തകർന്നു പോകും. അതിന്റെ ഉറപ്പും ബലവും അത്രയേ ഉള്ളൂ. ജെറമിയ പ്രവചനത്തിൽ 18:6 കർത്താവിന്റെ ആത്മാവ് ഈ ആലോചന തരുന്നുണ്ട്. ഞാൻ ചെയ്ത് ഇങ്ങനെയുള്ള മൺപാത്രങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇങ്ങനെയുള്ള പല ദമ്പതിമാരായ മൺപാത്രങ്ങളുണ്ട്. ഇതുപോലെ നല്ല തീ പിടിച്ച ചില യുവജനങ്ങള്, അങ്ങനെയുള്ള മൺപാത്രങ്ങളുണ്ട്. അവരുടെ ശക്തി പരിമിതമാണ്. എങ്കിലും ആ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന്, ശക്തിയിൽ നിന്ന്, സാധ്യതയിൽ നിന്ന് അവർ കർത്താവിനെ പ്രഘോഷിക്കുന്നു. അവർ കർത്താവിന്റെ സഭയെ ശക്തിപ്പെടുത്തുന്നു. ഇതൊക്കെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വേഷം കെട്ടലുകൾ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഉഡായിപ്പുകള്, വേഷം കെട്ടലുകള്, തരികടകള്, കപടതകള്, തൻപോരിമകൾ, ഇതൊന്നും കർത്താവിന്റെ അടുത്ത് വില പോവുകയില്ല. നമ്മൾ റിയലായി കർത്താവിന് വേണ്ടി നമ്മൾ നിലകൊണ്ടാൽ,
എന്നാ ഒരു ബ്ലെസ്സിങ്! എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം അത് അനുഭവിച്ചറിയാൻ കർത്താവ് എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്. ദൈവമേ, ആ വചനം ശ്രദ്ധിക്കാം നമുക്ക്. ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതെന്നോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എന്റെ കയ്യിൽ നിങ്ങൾ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എന്റെ കയ്യിൽ നിങ്ങൾ. കർത്താവാണ് മെനയുന്നത്, മൺപാത്രങ്ങളെ ദൈവമക്കളെ. നമുക്കൊരു ശക്തിയില്ല, നമുക്ക് പ്രത്യേകമായിട്ട് ഒരു സ്വാധീനതയൊന്നും തന്നെയില്ല. എല്ലാം കർത്താവിൻ്റെതാണ്, എല്ലാം കർത്താവിൻ്റെ ദാനമാണ്, എല്ലാം കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം പാടുന്നത്: എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ചില അമ്മച്ചിമാർ, ചില അപ്പച്ചന്മാരെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുക. ലോകത്തിന് മുമ്പിൽ അവർക്ക് വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷെ ആ പരിമിതമായ ശക്തിയിൽ നിന്ന് അവരിങ്ങനെ പയർമണി പോലെ ഓടി നടന്ന കർത്താവിൻ്റെ മിഷൻ ചെയ്യാണ്. അവർ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാണ്. അങ്ങനെയുള്ള ഒത്തിരി അമ്മച്ചിമാർ നമുക്കുണ്ട്, അപ്പച്ചന്മാർ നമുക്കുണ്ട്, അങ്ങനെയുള്ള യുവജനങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. അങ്ങനെയുള്ള യുവജനങ്ങളെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് ദൈവമക്കളെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും നഷ്ടമല്ല, ഇതൊന്നും പാടല്ല. ഇതിനെല്ലാം കർത്താവിൻ്റെ കയ്യിൽ റിവാർഡുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എൻകറേജ് ചെയ്യണം. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ മിഷന് വേണ്ടി. കർത്താവിൻ്റെ മിഷന് വേണ്ടി നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഒരു മിഷണറി സ്പിരിറ്റ് അവർക്ക് കൊടുക്കണം. ജീസസ്. ഒരു സെക്കൻഡ് നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ഒരു അനോയിന്റിങ് നമ്മുടെ മേൽ കത്തിപ്പടരാൻ, നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കാൻ. നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള ചില ദുരിതങ്ങൾ, സങ്കടങ്ങൾ, കഷ്ടപ്പാടുകൾ, തകർച്ചകൾ, പല പല ദുരന്തങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, ഈ മേഖലകളിലെല്ലാം കർത്താവിന്റെ തീ കത്താൻ, തീ പടരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൈശാചിക പോരുകള് കർത്താവിന്റെ തീയിൽ കരിഞ്ഞു പോകട്ടെ. തകർച്ചകള്, പ്രതിബന്ധങ്ങൾ കർത്താവിന്റെ അഗ്നിയാൽ ഛിന്ന ഭിന്നമാകട്ടെ. എല്ലാം മറന്ന് വിളിക്ക്. ഒരു സമർപ്പണത്തിന് തയ്യാറാക്. കർത്താവിനായി ലൈഫ് ജീവിതം കൊടുക്ക്. കർത്താവിനായി ജീവിതം കൊടുക്ക്. കർത്താവിനായി ജീവിതം കൊടുക്ക്. ഈ ജീവിതം പിശാചിനുള്ളതല്ല. ഈ ജീവിതം ലോക സുഖങ്ങൾക്കുള്ളതല്ല. ഈ ജീവിതം നശ്വരമായ ഈ ലോകത്തിന് വേണ്ടിയുള്ളതല്ല. ഇത് കർത്താവിന് വേണ്ടിയുള്ളതാണ്, അവന്റെ വചനത്തിന് വേണ്ടിയുള്ളത്. ഈ ഒരു തിരിച്ചറിവോടെ എല്ലാം മറന്ന് കരമുയർത്തി വിളിക്കുന്നു: ഈശോയേ, ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആ വരികൾ പാടി സ്തുതിക്കാം. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരം പിടിച്ച് നടക്കാൻ, കർത്താവിന്റെ ധീരതയോടെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമ്മൾ ഒരുമിച്ച് വരികൾ പാടി കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ കരമടിച്ച് എല്ലാം മറന്ന് ആനന്ദത്തോടെ, അഭിഷേകത്തോടെ, ഓ ജീസസ്, ജീസസ്, ജീസസ്. നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ആ തീരുമാനത്തോടെ പാടുകേ. എല്ലാം എല്ലാം നമ്മുടെ കർത്താവാണ്. ആരെനിക്ക് എതിരു നിൽക്കും? ക്രൈസ്റ്റ് ഈസ് ഓൾ, ക്രൈസ്റ്റ് ഈസ് എവരിതിങ്. കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ അവസാന ശ്വാസം വരെ ഞാൻ എന്റെ കർത്താവിനായി നിൽക്കും. ഞാൻ എന്റെ കർത്താവിന് സാക്ഷ്യം നൽകും. ഞാൻ അവന്റെ മിഷണറിയാകും. എന്നെ എതിർത്താലും യേശുവിനായി പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ
വഴി ആ നടക്കും. നല്ല തീരുമാനത്തോടെ പാടുന്നു. കർത്താവിന്റെ ആമേൻ, ആമേൻ. ഓ, glory, hallelujah. ആരെനിക്ക് എതിരു നിൽക്കും? ആമേൻ, ആമേൻ. ഈശോയേ, കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഒരു ത്രില്ല് അനുഭവിച്ച് പാടുകയെ കരം പിടിച്ച് അതെന്തൊരു ആനന്ദമാണ്, ഞാനെന്നും വഴി നടക്കും. അതെന്തൊരു അഭിഷേകമാണ്. കർത്താവിന്റെ കരം പിടിച്ച് ഈശോയേ, ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്കത് മതി ഈശോയേ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ആമേൻ. കർത്താവിന്റെ കരം പിടിച്ച് ഇരു കരങ്ങളെ ഉയർത്തി ഹൃദയം ഒരിക്കൽ കൂടെ വിളിക്കുന്നു. ഈശോയേ, ഞങ്ങളുടെ രാജാവേ, പൊന്നു കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. We worship Lord. Hallelujah, hallelujah. ഞങ്ങളുടെ ശക്തി പരിമിതമാണ് കർത്താവേ, ഞങ്ങൾ മൺപാത്രങ്ങളാണ് കർത്താവേ. കൃപ തരണം, അഭിഷേകം തരണം, ജ്ഞാനം തരണം, അറിവ് തരണം, ആലോചന തരണം. ഈ തലമുറയ്ക്ക് ആവശ്യമായ പ്രവചനങ്ങൾ നൽകണം. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ. പൈശാചിക കെട്ടുകള്, പൈശാചിക പീഡകള്, പൈശാചിക പോരുകള് വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്നെ മഹത്വപ്പെടുത്തുന്നു, നീ എനിക്ക് സാക്ഷ്യം നൽകുന്നു. നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുക, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി അതാ ദൈവമക്കളെ. നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിന് ആനന്ദം കൊടുക്കുക. അതിനായി നമ്മുടെ ജീവിതങ്ങൾ ഈശോയ്ക്കായി പ്രയോജനപ്പെടണം. മൂന്നാമത് കർത്താവ് പറഞ്ഞത്, നീ എൻ്റെ വചനം കാത്തു. വളരെ പ്രാധാന്യതയുണ്ട് ഈ വാക്കുകൾക്ക്. കർത്താവിനെ നമ്മെ നോക്കിക്കൊണ്ട് ഇത് പറയാൻ പറ്റൂ. നമ്മുടെ മിനിസ്ട്രികളെ നോക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ നോക്കിക്കൊണ്ട്, നമ്മുടെ കൂട്ടായ്മകളെ നോക്കി പറയാൻ പറ്റൂ, നീ എൻ്റെ വചനം കാത്തു. വചനത്തോടുള്ള വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കർത്താവ് തൻ്റെ വചനത്തോട് വിശ്വസ്തനാണ്. അതുപോലെ കർത്താവിൻ്റെ വചനങ്ങളോട് നാമും വിശ്വസ്തരാകണം. സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ വഴിമാറി പോകുന്നവരല്ല നമ്മൾ. നാട്ടുകാരെ പേടിച്ചും സൊസൈറ്റിയെ പേടിച്ചല്ല നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലോ, ആരും കാണാത്ത, ആരും അറിയാത്ത ചില ഇടങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ സ്വഭാവം? നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ആരും കാണാനില്ല, ആരും പറയാനില്ല, ആരും കൺട്രോൾ ചെയ്യാനില്ല, ആരും എന്ത് ചെയ്താലും ഒന്നും അറിയാൻ പോകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനും നിങ്ങൾ നിന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നമ്മുടെ ക്യാരക്ടർ എന്തായിരിക്കും? അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നത്, ജെറമിയ പ്രവചനം 23-ാം അധ്യായം 23-24 വചനങ്ങൾ. സ്ക്രീനിലെ വചനമില്ല, നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. ജെറമിയ പ്രവചനം 23-നും 24 വചനങ്ങൾ ഉച്ചത്തിൽ നമുക്ക് ആ വചനം വായിക്കാം. എന്താ കർത്താവ് ചോദിക്കുന്നത്? കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? ഞാൻ ദൈവമല്ലേ? എന്താ ചോദ്യത്തിന് അർത്ഥം എന്നറിയോ? പള്ളിയെ വരുമ്പോ, ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോ, വചനം വായിക്കുമ്പോ, പേഴ്സണൽ പ്രേയർ നടത്തുമ്പോ, കൂട്ടായ്മ പ്രാർത്ഥന നടത്തുമ്പോ, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പോ, പാപകരമായ സാഹചര്യങ്ങൾ, തിന്മയ്ക്കുള്ള അവസരങ്ങൾ, ഏത് പാപത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ, സാധ്യതകളൊക്കെ അവിടെയുണ്ട്. ഈ സമയങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? അവിടെയാ പലരും വീണു പോകുന്നത്. അവിടെയാ പലരും ഇന്ന് വീണു പോകുന്നത്.
പ്രിയപ്പെട്ടവരെ, വചനത്തെ കാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ഗോയിങ് പരിപാടിയല്ല, പെയിൻഫുൾ ആയൊരു അനുഭവ. പൂർവ്വ ജോസഫ് ഈജിപ്തിൽ വെച്ച് വചനത്തെ കാത്തു, ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ബാബിലോണിൽ പ്രവാചകനായ ദാനിയേൽ വചനത്തെ കാത്തു, സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു അവൻ. പരിശുദ്ധ മറിയം വചനത്തെ കാത്തു, ഒരുപാട് സഹിക്കേണ്ടി വന്നു അമ്മയ്ക്ക്. വിശുദ്ധ പൗലോസ്ലീഹ വചനത്തെ കാത്തു, എന്തൊക്കെ പീഡകളും ക്ലേശങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിശുദ്ധ പൗലോസിനുണ്ടായി. ആരെല്ലാം വചനം കാക്കുന്നുവോ അവരെയെല്ലാം ലോകം ഞെരുക്കും, പിശാച് പീഡിപ്പിക്കും. ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വചനത്തിൽ ഫിലദൽഫിയ സഭയോട് തന്നെ കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്ക് പെട്ടെന്ന് വാക്കുകൾ ശ്രദ്ധിക്കാം. വെളിപാട് 3:10, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു. എന്റെ വചനം നീ കാത്തു. എന്റെ ശുശ്രൂഷ ജീവിതം അല്ലെങ്കിൽ കർത്താവ് എന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം അതിൽ കർത്താവിന്റെ കയ്യൊപ്പുണ്ടായിരുന്നുവെന്ന് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. നിത്യതയിൽ ചെല്ലുമ്പോൾ കർത്താവിന് പറയാൻ പറ്റൂ, സന്തോഷ് എന്റെ മകനെ, നീ എന്റെ വചനം കാത്തുവെന്ന് കർത്താവ് എന്നെ നോക്കി പറഞ്ഞാൽ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. വചനം പ്രസംഗിച്ചത് കൊണ്ടോ, പാട്ടുപാടിയത് കൊണ്ടോ, കർത്താവിനെ ആരാധിച്ചത് കൊണ്ടോ, കർത്താവിനെ വേല ചെയ്തത് കൊണ്ടോ, കുറെ ചാരിറ്റി, കുറെ സൽപ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ ചെയ്തത് കൊണ്ടൊന്നും ചിലപ്പോൾ നമ്മൾ വചനത്തെ പൂർണ്ണമായി കാക്കുന്നവരാകണമെന്നില്ല ദൈവമക്കളെ. അത് ശ്രദ്ധിക്കണം. പക്ഷെ പൗലോസിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. തിമോത്തിയോസിനെതിരെ 2-ാമത്തെ ലേഖനം 4:7 2 തിമോത്തി 4:7 പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് സ്വർഗത്തിന്റെ അംഗീകാരമാണ്. എന്താ പൗലോസ്ലീഹ പറയുന്നത്? ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എന്റെ കണ്ടു, ഞാൻ എന്റെ വചനം കാത്തു. കർത്താവിന്റെ വചനത്തെ ഞാൻ കാത്തു, ഞാൻ വിശ്വാസം കാത്തു. നമുക്ക് എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ എന്റെ വിശ്വാസം കാത്തു, കർത്താവിനെ ഏൽപ്പിച്ച വചനങ്ങളെ ഞാൻ കാത്തുവെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അപ്പൊ വചനം കാക്കുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ അവിടെ സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഒരു ധ്യാനത്തിൽ ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ വന്നു. അദ്ദേഹം ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങളുള്ള മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പലപ്പോഴും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അനേക രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇപ്രകാരം എന്നോട് പറഞ്ഞത്, ഹോട്ടലുകളിലൊക്കെ റൂം എടുത്ത് താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടെയുള്ള അദ്ദേഹത്തിന് പല സുഹൃത്തുക്കളും തങ്ങളുടെ ശരീരത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വ്യഭിചാരത്തിന്, പരസ്ത്രീകളുമായി പാപത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവർ ഹോട്ടൽ മുറികളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നു. ഇതെല്ലാം ഈ മനുഷ്യൻ കാണുക. അവരെക്കാൾ ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാ കഴിവുകളും ഈ മനുഷ്യനുണ്ട്. ആ സുഹൃത്തുക്കൾ ഇതൊക്കെ നോക്കി, ഇതുപോലെ നീയൊക്കെ നീ എന്താ ഭാര്യ പേടിച്ച് കഴിയാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവഹേളിക്കുകയാണ്. നമുക്ക് എൻജോയ് ചെയ്യേണ്ട ജീവിതം ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പരിഹസിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ സഹോദര, പാപം ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ കർത്താവിൻ്റെ സ്നേഹം, കർത്താവ് എന്നോട് കാണിച്ച കാരുണ്യം, കർത്താവിന്റെ വിശ്വസ്തത, ഇത് പ്രഘോഷിക്കാൻ എളുപ്പം പറയപ്പെട്ടവരെ. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, ഇതുപോലെയുള്ള പാപകരമായ സാഹചര്യങ്ങളിൽ വില കൊടുത്ത് വചനം കാക്കുവാൻ നമുക്ക് കഴിയുമോ? അതാ കർത്താവിന് അറിയേണ്ടത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, കർത്താവിന്റെ വചനത്തെ ചവിട്ടിക്കളഞ്ഞുകൊണ്ട് എനിക്കൊരു സുഖവും സന്തോഷവും വേണ്ട. അതുകൊണ്ട് അവര് പാപസുഖങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ മനുഷ്യൻ ഹോട്ടൽ മുറിയിൽ ഇരുന്ന് വേദപുസ്തകം വായിച്ച കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വില കൊടുക്കലുണ്ടോ അതിന്റെ പുറകിൽ കണ്ണുനീരുണ്ടോ? അതിന് പുറകിൽ ത്യാഗമുണ്ട്. ഉണ്ട് പ്രിയപ്പെട്ടവരെ,
ഇതുപോലെ എത്രയെത്ര ആയിരങ്ങള്. നീ എന്റെ വചനം കാത്തു. ആരെല്ലാം വില കൊടുത്ത് വചനം കാക്കുന്നുവോ അവരെ തളയ്ക്കാൻ, അവരെ തകർക്കാൻ, അവരുടെ മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ ഒരു പിശാചിനും ഒരു വ്യക്തിക്കും ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും സാധിക്കുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്. മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവൻ ദൈവം തുറക്കും. ദൈവം തുറക്കും. ദൈവമക്കളെ, ഷെഖേനയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പ്രോഗ്രാമുകളും വാർത്തകളും വാർത്ത അധിഷ്ഠിത കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ, അതൊക്കെ രൂപപ്പെടുത്തുവാനും ഉണ്ടാകേണ്ട ഒരു വളരെ പെയിൻഫുള്ളായ ഒരു അവസ്ഥ. ഇത് റൺ ചെയ്ത് കൊണ്ടുപോകുവാൻ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള സങ്കടങ്ങള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഓരോ ദിവസവും കർത്താവ് തൻ്റെ പരിപാലനയുടെ വാതിൽ തുറന്ന് എത്രയോ അതിശയകരമായി ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. കർത്താവ് എത്രയോ നല്ലവനാണ്, അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. ഇതുപോലെ എത്രയെത്ര മിനിസ്ട്രികളെ ദൈവം പരിപാലിക്കുന്നു. പലപ്പോഴും ഇത് ഇപ്പൊ തീരും, ഇപ്പൊ അവസാനിക്കും, ഇപ്പൊ തകരും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ മാധ്യമ ശുശ്രൂഷകള്, ശാലോമാവട്ടെ, ബെനിസാറൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വചനം കാക്കുവാൻ തന്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ അദ്ദേഹമൊക്കെ അനുഭവിച്ച വേദനകളും പരിഹാസങ്ങളും തെറ്റിദ്ധാരണകളും അപഖ്യാതികളും, എന്തൊക്കെ പ്രലോഭനങ്ങൾ വിട എന്നുള്ള പുസ്തകം വായിക്കണം. കണ്ണുനീരോടല്ലാതെ നമുക്കത് വായിക്കാൻ പറ്റത്തില്ല. ഷാളിപ്പ തീരും, ഷാളിപ്പ കഴിയും. ഇതുപോലെ ഷെഖേനപ്പ തീരും, ഷെഖേനപ്പ കഴിയും. ഇതുപോലെ ഓരോ മിനിസ്ട്രികൾ, ധ്യാനകേന്ദ്രം ഇപ്പം അടച്ചു പൂട്ടു, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തികളാണ്. ദൈവം തുടങ്ങി വെച്ചതൊന്നും പാതി വഴിയിൽ നിന്നു പോവുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ഈശോ പറയുന്നത് അനുസരിച്ച് 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 മുന്നോട്ട് പോവുക. അത് ചെറിയ കാര്യമാണെങ്കിലും അനുസരിക്കാൻ നമുക്ക് പറ്റണം. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പല്പമായി നശിക്കുമെന്നുള്ള വചനം നമ്മൾ മറക്കരുത്. നീ എന്റെ വചനം കാത്തു. ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്. നമുക്ക് ആ വാക്യം ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് കർത്താവ് നമ്മളെ ചിലപ്പോൾ പരിശോധിക്കും. ചില പാപ സാഹചര്യങ്ങളെ മുൻപിൽ ദൈവം നിർത്തും. അവിടെ നമ്മൾ എങ്ങനെ പെരുമാറും ദൈവം പരിശോധിക്കും. ചിലപ്പോൾ ചില സുഖകരമായ അനുഭവങ്ങൾ, ദൈവത്തിന് നിരക്കാത്ത ചില സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുൻപിൽ സൃഷ്ടിക്കപ്പെടും ദൈവമക്കളെ. അവിടെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു, കർത്താവ് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വേണം നമുക്ക് പ്രമോഷൻ തരാൻ. ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പുറപ്പാടിന്റെ പുസ്തകം 16:4 ഈ വചനം നമുക്ക് കാണാം. ദ ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാടിന്റെ പുസ്തകം 16:4 എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ആ വചനം ശ്രദ്ധിച്ചേ. കർത്താവ് മോശയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എന്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. എന്റെ വചനമനുസരിച്ച് അവർ നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കും. ഞാൻ അവരെ പരിശോധിക്കും. ഇതുപോലെ ചില പരിശോധന, നമ്മൾ വചനം കാക്കുന്നവരാണോ അതോ ചുമ്മാ വാചകടിച്ച് പോകുന്നവരാണോ എന്ന് കർത്താവ് പരിശോധിക്കും. നമ്മൾ വചനം കാക്കുന്നവരാണോ അതോ ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളൂ? കർത്താവ് നമ്മെ പരിശോധിക്കും. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും, അത് കുടുംബ ജീവിതത്തിലാകാം, നിന്റെ യൗവന ജീവിതത്തിലാകാം, നിന്റെ ബിസിനസ് മേഖലയിലാകാം, ശുശ്രൂഷ മണ്ഡലങ്ങളിലാകാം, ദൈവം നോക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം പരിശോധിക്കും. അവിടെ വില കൊടുത്ത് കർത്താവിന്റെ വചനത്തെ അനുസരിക്കാൻ നമുക്ക് പറ്റണം. അവിടെ എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റണം. വചനത്തെ ചങ്കിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. ആരെല്ലാം കർത്താവിന്റെ വചനത്തെ മാനിക്കുന്നുവോ അവരെ ദൈവം മാനിക്കും.
ആരെല്ലാം കർത്താവിന്റെ വചനത്തെ ബഹുമാനിക്കുന്നുവോ അവരുടെ മാന്യത ലോകദൃഷ്ടിയിൽ ദൈവം വർദ്ധിപ്പിക്കും. നമുക്കതിൽ സംശയം വേണ്ട. സുഭാഷിത പുസ്തകം 16:20 ഈ വാഗ്ദാനമാണ് കർത്താവ് തരുന്നത്. സുഭാഷിതങ്ങൾ 16:20 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആ വചനം ശ്രദ്ധിക്കാം നമുക്ക്. ദൈവവചനം ആദരിക്കുന്നവൻ ആരെല്ലാം വചനത്തെ ആദരിക്കുന്നുവോ, ആരെല്ലാം വചനത്തെ ബഹുമാനിക്കുന്നുവോ, ആരെല്ലാം വചനത്തെ സ്നേഹിക്കുന്നുവോ. സെക്കൻഡ് എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബൈബിള് ഈ വേദപുസ്തകം നമ്മൾ വളരെ ബഹുമാനത്തോടെ, ഇതിന് മുകളിൽ മൊബൈൽ ഫോൺ വെക്കുക, ഇതിന് മുകളിൽ കുപ്പി വെക്കുക, ഇതിന് മുകളിൽ നോ, അരുത്. അത് കർത്താവിനോടുള്ള അവഹേളനമാണ്. അതുപോലെ സ്നേഹിക്കണം, കർത്താവിന്റെ വചനത്തെ മാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരു പുസ്തകമല്ല, ഇത് കർത്താവിന്റെ പുസ്തകമാണ്. ഇതിൽ മുഴുവൻ ദൈവത്തിന്റെ ശക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആരെല്ലാം ഈ വചനത്തെ സ്നേഹിക്കുന്നുവോ, ഈ വചനത്തെ ആദരിക്കുന്നുവോ, ഈ വചനത്തെ വില കൊടുത്ത് അത് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും, എന്തൊക്കെ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും, ആരൊക്കെ എന്നെ വിട്ടൊഴിഞ്ഞു പോയാലും, ഈ വചനത്തെ നമ്മൾ സ്നേഹിച്ചാൽ ഈ വചനം നിന്നെ ഉയർത്തും, ഈ വചനം നിന്നെ മാനിക്കും, ഈ വചനം നിന്നെ വളർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ 30 വർഷത്തെ ജീവിതമാണ് കർത്താവിന്റെ ഈ പുസ്തകമാണ് എന്നെ അനുഗ്രഹിച്ചത്. കർത്താവിന്റെ വചനത്തോടുള്ള ആ സമർപ്പണമാണ് ഇന്ന് ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുവാൻ കർത്താവ് കാരുണ്യം കാണിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവവചനത്തെ ആദരിക്കുന്നവരെ ഉത്കർഷം നേടും. അതുകൊണ്ട് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമോ, എന്റെ ബന്ധം പോകുമോ, അല്ലെങ്കിൽ അവരെന്നെ ഒറ്റപ്പെടുത്തുമോ, ഇവരെന്നെ കളിയാക്കുമോ എന്ന് ചിന്തിച്ച് കർത്താവിന്റെ വചനത്തെ നീ ചവിട്ടിക്കളഞ്ഞാൽ നിത്യതയിൽ ഒരുപാട് 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 നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വചനം കാക്കണം, വചനത്തിന് വേണ്ടി നിൽക്കണം. ദൈവം നമ്മളെ മാനിക്കും. അങ്ങനെയുള്ള മിനിസ്ട്രികളെ ദൈവം ഉയർത്തും, അങ്ങനെയുള്ള കുടുംബങ്ങളെ ദൈവം ഉയർത്തും, അങ്ങനെയുള്ള യുവജനങ്ങളെ ദൈവം ഉയർത്തും, അങ്ങനെയുള്ള സമൂഹങ്ങളെ ദൈവം ഉയർത്തും. ജോഷുവ 1:7 പെട്ടെന്ന് നമുക്ക് ആ വചനം കൂടി ശ്രദ്ധിക്കാം. ജോഷുവ 1:7 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അവര് പറയും, എന്തിനാ ഇതിങ്ങനെയൊക്കെ, എന്തിനാ ഇങ്ങനെ ജീവിക്കണേ, നീ എന്ത് ലൈഫ് സ്റ്റൈലാ ഇത് എന്ന് പലരും പറയും. അവരുടെ പുറകെ പോകേണ്ടവരല്ല നമ്മള്. ഒരു പ്ലീസിംഗ് സ്പിരിച്വാലിറ്റി അല്ല നമ്മുടെ വിശ്വാസത്തിന്. വെള്ളം ചേർത്തുള്ള വിശ്വാസമല്ല. നമ്മൾ ബോൾഡ് ആവുന്നത് ബോൾഡ് ആകണം. എന്റെ സഹോദരി സഹോദരങ്ങളെ, എന്താ പരിശുദ്ധാത്മ പറയുന്നത്? കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. പലരും പറയും, ഇത്രയൊക്കെ വേണോ? ഇതെന്നാ ഒരു ആത്മീയതയാ, ഇതെന്തൊരു സ്പിരിച്വാലിറ്റി, ഇതൊക്കെ കുറെ എക്സ്ട്രീം അല്ലേ? ഇങ്ങനെയൊക്കെ ജീവിക്കണോ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് സുഖങ്ങളൊക്കെ വേണ്ടേ, ആർഭാടങ്ങളൊക്കെ വേണ്ടേ, കുറച്ച് എൻജോയ്മെന്റ്സ് ഒക്കെ വേണ്ടേ? ഇങ്ങനെ പോയാ മതിയോ? എന്നാൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആ വാക്കുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കർത്താവിന്റെ ജീവനുള്ള വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അപ്പൊ കർത്താവ് തരുന്ന റിവാർഡ് എന്താണ്? പ്രതിഫലം എന്താണ്? നിന്റെ ഉദ്യമങ്ങളിലെല്ലാം, നിന്റെ വ്യാപാരങ്ങളിൽ, നിന്റെ പ്രവർത്തനങ്ങളിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ യൗവന ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷകളിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ഇടപാടുകളിലെല്ലാം നീ വിജയം വരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിജയം വരിക്കും, നീ സക്സസ് ആകും. ഇന്ന് സഭയ്ക്ക് ആവശ്യം ഇതുപോലെ വചനം കാക്കുന്ന തീ പിടിച്ച യുവജനങ്ങളെയാ. അങ്ങനെയുള്ള യുവജനങ്ങളോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെയുള്ള യുവജനങ്ങൾ സഭയിൽ ഉണ്ടോ? ഇങ്ങനെ വില കൊടുത്ത് വചനം കാക്കുന്ന ദമ്പതിമാരെയാ, സമർപ്പിതരെയാ, ബഹുമാനപ്പെട്ട വൈദികരെയാ. ജീസസ് 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 ജീസസ്.
എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വാ. ഈ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വാ. അവസാനമായി 4-ാമത് എന്താ കർത്താവ് പറഞ്ഞെന്നറിഞ്ഞോ? എൻ്റെ നാമം നിഷേധിച്ചില്ല. നീ എൻ്റെ നാമം നിഷേധിച്ച്. കർത്താവ് ഇതൊക്കെ നോക്കുന്നുണ്ട്. കർത്താവിന് ഉയർത്താൻ ഉള്ള സമയത്ത് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നീ കർത്താവിനെ അവോയ്ഡ് ചെയ്യാറുണ്ടോ? കർത്താവിനെ മാറ്റി നിർത്താറുണ്ടോ? ശ്രദ്ധിക്കണം ദൈവമക്കളെ. പലപ്പോഴും നമ്മൾ കാണുന്നൊരു ചിത്രമാണ് 21 കോപ്റ്റിക് ക്രൈസ്തവ യുവജനങ്ങള്, IS തീവ്രവാദികള് അവിടെ കഴുത്തിൽ കത്തിവെച്ചിരിക്കുക. അവരൊന്ന് നിഷേധിച്ചാ മതി, യേശുവിനെ ഒന്ന് നിഷേധിച്ചാ മതി, അവന്റെ രാജ്യത്വത്തെ, അവന്റെ നിത്യരക്ഷയെ അവരൊന്ന് നിരസിച്ചാൽ സുഖമായി ലോകത്തിൽ ജീവിക്കാമായിരുന്നു. മരിക്കേണ്ടി വന്നാലും തങ്ങൾ യേശുവിനെ നിഷേധിക്കില്ല. ആ ഒരു സമർപ്പണമായിരുന്നു അവർ രക്തസാക്ഷികളായി മാറിയത്. നാമം നിഷേധിച്ചില്ല. ഇന്നും ബക്കോ ഹറാമിന്റെ പീഡനത്തിൽ കഴിയുന്ന ആഫ്രിക്കയിൽ ലിയ എന്ന് പറയുന്ന പെൺകുട്ടി, വർഷങ്ങളായി അവൾ ആ പീഡനത്തില്. കർത്താവിനെ ഒന്ന് നിഷേധിച്ചാൽ മതി, ഈശോയെ ഒന്ന് നിഷേധിച്ചാൽ മതി, അവൾക്ക് രക്ഷപ്പെടാം. അവൾ മരിക്കേണ്ടി വന്നാലും, എന്തൊക്കെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ഈശോയെ നിഷേധിക്കില്ല. ഇങ്ങനെ ചങ്കുറപ്പുള്ള, തീരുമാനമുള്ള, സമർപ്പണമുള്ള, തീ പിടിച്ച യുവജനങ്ങള്, ദമ്പതിമാരെ, സമർപ്പിതരെ, ബഹുമാനപ്പെട്ട വൈദികരെ സഭയിൽ എഴുന്നേൽക്കണം. അതാ ഇനി അങ്ങനെയുള്ളവരിലൂടെ പരിശുദ്ധാത്മ അത്ഭുതങ്ങൾ ലോകത്തിന് സഭയിലും ചെയ്യാൻ പോകുന്നത്. ജീസസ്, ജീസസ്, ജീസസ് എന്റെ നാമം നിഷേധിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം ഞാൻ അവസാനിപ്പിക്കുക ദൈവമക്കളെ. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? എട്ട് 9 വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെയും ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. നീ യാത്ര ചെയ്യുമ്പോൾ ബന്ധുമിത്രങ്ങളിടയിൽ, സുഹൃത്തുക്കളിടയിൽ, നമ്മൾ എവിടെയായിരുന്നാലും കർത്താവിനെ ഏറ്റുപറയാൻ, കർത്താവിന് സാക്ഷ്യം നൽകാൻ, കർത്താവിന്റെ നാമം ഉയർത്തുവാൻ നമുക്ക് അഭിമാനമുണ്ടാകണം. അതിൽ നമുക്ക് ലജ്ജയും നാണുമല്ല വേണ്ടത്, അഭിമാനബോധം ഉണ്ടാവണം. ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ കാത്തലിക്. ഞാനൊരു കാത്തലിക്കാണ്, ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ ചൈൽഡ് ഓഫ് ഗോഡ് ആണ്, ഞാൻ കർത്താവിന്റെ മിഷണറി ആണ്, ഞാൻ കർത്താവിന്റെ പൊന്നുമോനാണ്, ഞാൻ കർത്താവിന്റെ പൊന്നുമോളാണെന്ന് ആരുടെ മുമ്പിലും ചങ്കുറപ്പോടെ ഏറ്റുപറയാനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നീ എന്റെ നാമം നിഷേധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 21:8 നമ്മൾ ശരിക്കും അറിയേണ്ട ഒരു വചനം അത്. വെളിപാട് 21:8 ആ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് 2ാമത്തെ മരണം. നിത്യനരകത്തിൽ ആരായിരിക്കുന്ന കർത്താവ്? ഭീരുക്കള്. ഞാൻ വിചാരിച്ചു, എന്തിനാ ഈ ഭീരുക്കള്? പാമ്പിനെ കാണുമ്പോഴുള്ള പേടിയല്ല ഇവിടെ വചനം പറഞ്ഞു തരുന്നത്. പട്ടിയെ കാണുമ്പോഴുള്ള പേടിയല്ല ഇത്. എന്താണ് ഈ ഭീരുത്വം? കർത്താവിന്റെ നാമം ഉയർത്താൻ വിളിക്കപ്പെട്ട നമ്മള്, ഈ ലോകത്തിൽ കർത്താവിനെ സാക്ഷ്യം നൽകാൻ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മള്, നാട്ടുകാരെ പേടിച്ച്, വീട്ടുകാരെ പേടിച്ച്, ബന്ധുമിത്രങ്ങളെ, സുഹൃത്തുക്കളെ അവിടെ കൈയടിക്ക് വേണ്ടി, അവിടെ നല്ല വാക്കിന് വേണ്ടി, അവിടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി നമ്മൾ ഈ നാമം നിഷേധിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഭീരുത്വം. അങ്ങനെയുള്ള ഭീരുത്വമുള്ള ആരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എത്ര കഠിനമായ വാക്കായി ഇത് കർത്താവിന്റെ. അതുകൊണ്ട് യേശു പറഞ്ഞത്, മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ഏതൊരുവളെയും എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയും.
പ്രിയപ്പെട്ടവരെ, ഈ ഒരു തീരുമാനം നമുക്കുണ്ടായി. നമ്മുടെ യുവജനങ്ങളൊക്കെ ഇങ്ങനെ ഉള്ള തീ പിടിച്ച ആത്മാക്കളാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവിനെ ഉയർത്തുവാനായിട്ട് ഈ 4 കാര്യങ്ങൾ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. 2, നിന്റെ ശക്തി പരിമിതമാണ്. 3, നീ എൻ്റെ വചനം കാത്തു. 4, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും അനുവർത്തിച്ചാൽ കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദാനം എന്താണ്? മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറന്നു കിടക്കുന്ന വാതിൽ ഞാൻ നിന്റെ ജീവിതത്തിൽ സ്ഥാപിക്കും, നിന്റെ കുടുംബത്തിൽ സ്ഥാപിക്കും, ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിയിൽ സ്ഥാപിക്കും, നിന്റെ വരുമാന മാർഗങ്ങളിൽ ഞാൻ സ്ഥാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകം പ്രാപിക്കാൻ നമ്മൾ തയ്യാറാണോ ദൈവമക്കളെ? വില കൊടുത്ത കർത്താവ് ഇന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ഈ സത്യങ്ങള് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയം, കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സമയം, കർത്താവ് ഇടപെടുന്ന സമയം. 100 കണക്കിന് ആൾക്കാരാണ് അവരുടെ നിയോഗങ്ങൾ അയച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ ഓർത്ത് ഭയപ്പെടേണ്ട. പ്രാർത്ഥിച്ചിട്ടും തുറക്കാത്ത ചില വഴികളെ ഓർത്ത് നീ അസ്വസ്ഥപ്പെടേണ്ട. വിട്ടുമാറാത്ത രോഗങ്ങള്, മാറിപ്പോകാത്ത തകർച്ചകള്, ദുരന്തങ്ങള്, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങള്, സാമ്പത്തികമായ പ്രതിസന്ധികളും കടബാധ്യതകളും, ഇതുമൂലം നട്ടം തിരിയുന്ന ആയിരങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, നീ അതിൽ ഒരുവളാണോ? കർത്താവ് ഇന്ന് നൽകിയ ഈ ദൂത് ഏറ്റെടുക്കുക. കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി എന്തും നൽകുവാനുള്ള തീരുമാനം. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, അവിടെ കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള നമ്മുടെ സമർപ്പണം. എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും എൻ്റെ കർത്താവിന്റെ വചനത്തെ ഞാൻ ചവിട്ടിക്കളയുകയില്ല. ഞാൻ വചനത്തെ മാനിക്കും. വചനമില്ലാത്ത ഒരു സന്തോഷവും സുഖവും എനിക്ക് വേണ്ട. ഞാൻ വചനത്തെ കാക്കുന്നവളുമാകും. ആരുടെ മുൻപിലും അഭിമാന ബോധത്തോടെ ഞാൻ എൻ്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തും.